10 കൊടുക്കും ഞാൻ. 10 മാർക്ക് പ്രേമേന്ദ്രൻ സാറിന് കൊടുക്കും. 10 9 കൊടുക്കും. 8 മാർക്കും കൊടുക്കണം. 10 മാർക്കും കൊടുക്കുക. ഒരു മാർക്കും കൊടുക്കുന്നില്ല, നീ പോയി. മാർക്കില്ല, അന്നേരം പിന്നെ മാർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എടുത്തിട്ട് പോകും. 7% വോട്ട് കൊടുക്കാം. ഞാനും പറഞ്ഞതുപോലെ 7% വോട്ട് വരും. ഈ സാഹചര്യത്തിൽ മാർക്കത്ത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഒരു -പോയിന്റ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അദ്ദേഹം കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രതീകമായി മാറേണ്ട ഒരാളായിരുന്നു. ആ നിലവാരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഫലപ്രദമായ രീതിയിൽ കൊണ്ട് എത്തിക്കുന്നതിന് ഒരു MP എന്നുള്ള നിലയിൽ തീർത്തും പരാജയമാണ് ശ്രീ പ്രേമചന്ദ്രൻ. 10 പ്രേമചന്ദ്രൻ എന്ന പാർലമെന്റേറിയന് കൊല്ലം 10 മാർക്ക് നൽകുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. വാക്കുകളെ തീപ്പൊരിയാക്കി വേദിയെറിഞ്ഞ് എയ്തൊടുക്കാൻ കഴിവുള്ള മികച്ച പ്രാസംഗികൻ, ഏതു വിഷയത്തെക്കുറിച്ചും പഠിച്ചു പറയുന്ന വാഗ്മി, മികച്ച പാർലമെന്റേറിയൻ, ഇങ്ങനെ അംഗീകാരങ്ങൾ പലതുണ്ട് NK പ്രേമചന്ദ്രന്. ഈ ഗുണഗണങ്ങളൊക്കെയാണ് 5 തവണ കൊല്ലം മണ്ഡലത്തിൽ നിന്നും പ്രേമചന്ദ്രനെ പാർലമെന്റിലേക്ക് എത്തിച്ചത്. 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രാജ്യമെമ്പാടും ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് ചെറിയൊരു പാർട്ടിയുടെ ഒറ്റ MP ആയി പാർലമെൻറ്റിൽ ചെന്നിട്ട് രാജ്യം അംഗീകരിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറി. ആ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റിൽ ശ്രീ നരേന്ദ്രമോദിക്കെതിരെയുള്ള പാർലമെൻറ്റിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം, രാജ്യത്തുടനീളം ശ്രദ്ധിച്ച ശബ്ദം പ്രേമേന്ദ്രൻ്റെ ആയിരുന്നു. അതിനിശ്ചിതമായി തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ നയങ്ങളെ വിമർശിച്ചല്ല വലിച്ചു കീറിയിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. നിൽക്കുന്ന വേദിയെയും മുന്നിൽ കാണുന്ന ജനങ്ങളെയും കയ്യിലെടുക്കാൻ കഴിവുള്ള പ്രേമചന്ദ്രന് MP എന്ന നിലയിൽ സ്വന്തം മണ്ഡലത്തെ വികസന വിഷയങ്ങളിലടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ പോയ 5 കൊല്ലം കൊണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ കൊല്ലത്തും ജില്ലയെ സംബന്ധിച്ചോളം പുള്ളി യാതൊരു വിധമായ വികസനവും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ MLA-മാരാണ്. ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ തെറ്റാത്. കഴിഞ്ഞ ഭൂരിപക്ഷത്തോടെ പ്രവർത്തനം വിലയിരുത്തി കഴിഞ്ഞാൽ അങ്ങനെ സിറ്റിംഗ് MP ആണ് ഇപ്പോൾ. പക്ഷേ വിജയിക്കാൻ സാധ്യത കുറവാണ്. 10 9 കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യം നോക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ പല കാര്യത്തിനും പോയിട്ടുണ്ട്, നമ്മളെ കാര്യം ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നോക്കും. ഇവിടെ ഏറ്റവും വലിയ ആളാണ്. എല്ലാവർക്കും നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്യും. അത്രയും നല്ല ഇതായിട്ട് കേൾക്കുന്നുണ്ട്. 10 മാർക്കും കൊടുക്കുന്നു. 10 കുറഞ്ഞു പോയോന്നാണ് എനിക്ക് സംശയം. അത്രത്തോളം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും പറയണ്ട, നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. ഒരു വാഗ്മിയാണ്, അതിലൊന്നും എനിക്ക് തർക്കമില്ല. അങ്ങനെ സംബന്ധിച്ചിടത്തോളം നല്ല വാഗ്മിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ രീതികളും എനിക്കിഷ്ടമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനങ്ങളടുത്തുള്ള പെരുമാറ്റമാണെങ്കിലും എല്ലാ കാര്യത്തിലും പ്രേമേന്ദ്രൻ സാർ വെരി ഗുഡാണ്. തൻ്റെ പ്രവർത്തനങ്ങൾക്ക് 10 മാർക്കെന്ന് വിധിയെഴുതാനുള്ള അവകാശം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രേമചന്ദ്രൻ സ്വയം വിലയിരുത്തുന്നതിങ്ങനെ: ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ നിയോജക മണ്ഡലത്തിൻ്റെ സർവതോമുഖമായ സമഗ്ര വികസനത്തിനും ജനങ്ങളുടെ നിരവധിയായ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങളിലും 24/7 എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. 2, ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല പാർലമെൻറ്റിൽ ഇടപെടുക എന്നുള്ളതാണ്. പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പാർലമെൻറ്റ് അംഗം ലോക്സഭാംഗം എന്ന നിലയിൽ അർപ്പിതമായ ചുമതല കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ രാജ്യത്തെ സാധാരണ തൊഴിലാളി വർഗത്തിൻ്റെയും സാമാന്യ ജനവിഭാഗത്തിൻ്റെയും വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ അതിശക്തമായ നിലപാട് പാർലമെൻറ്റിനുള്ളിൽ സ്വീകരിച്ചുകൊണ്ട് പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന കാര്യത്തിലും വികസനോന്മുഖ വിഷയങ്ങളിലും കൃത്യതയോടുകൂടി ഇടപെടാനും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സമയോചിതമായി ഇടപെട്ട് ആവശ്യമായിട്ടുള്ള പരിഹാരം നൽകാനും നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ 100% ആത്മസംതൃപ്തിയാണ്, പൂർണ്ണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അത് ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് എത്രമാത്രം 10 എത്ര മാർക്ക് എന്നുള്ളത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങളാണ്. കേരളത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർക്കിടേണ്ടത്, വിലയിരുത്തേണ്ടത്. അത്
കൃത്യമായി അവലോകനം ചെയ്ത് വിലയിരുത്തേണ്ടത് ജനങ്ങൾ തന്നെയാണ്. UDF നല്ല വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായി കൊല്ലം ലോക്സഭാ മണ്ഡലം മാറിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട്, രാഷ്ട്രീയമായും അല്ലാതെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായും UDF ഏറ്റവും വിജയസാധ്യതയുള്ള അനുകൂലമായ മണ്ഡലങ്ങളിലൊന്നായി കൊല്ലം ലോക്സഭാ മണ്ഡലം മാറിയിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. ചവറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ, കുണ്ടറ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. 2014 മുന്നണി മാറി പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി വിജയിക്കുമ്പോൾ ചവറ ഒഴികെയുള്ള എല്ലാ നിയമസഭാ സീറ്റുകളും LDF-നായിരുന്നു. ചവറയുൾപ്പെടെ 7 നിയമസഭാ സീറ്റുകളും LDF-നായിരിക്കുമ്പോഴാണ് 2019 പ്രേമചന്ദ്രൻ വീണ്ടും ലോക്സഭയിലേക്ക് വിജയിച്ചത്. ഇപ്പോൾ കുണ്ടറ ഒഴികെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 6 നിയമസഭാ സീറ്റുകളും LDF-നാണ്. എന്നിട്ടും ഇടതു സ്ഥാനാർത്ഥിക്ക് ഇവിടെ വിജയിക്കാനാകാത്തത് പ്രേമചന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിച്ചാൽ 2 മുന്നണികളുടെയും ഭാഗമായി നിന്ന 10 തവണ RSP സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുമുണ്ട്. 98-ലും 2014-ലും വിജയം ആവർത്തിച്ചു. ഇതിനിടെ 2000-ൽ രാജ്യസഭാംഗമായി. ഇടതുമുന്നണിക്കൊപ്പമായിരുന്ന RSPക്ക് കൊല്ലം സീറ്റ് നിഷേധിച്ചതോടെയാണ് 2014-ൽ RSP ഇടതുമുന്നണി വിട്ടതും UDF-നൊപ്പം ചേർന്ന പ്രേമചന്ദ്രൻ മത്സരിച്ചതും. മുന്നണി വിട്ട പ്രേമചന്ദ്രനെതിരെയുള്ള പിണറായിയുടെ പരനാറി പ്രയോഗം ബൂമറാങ് പോലെ അന്ന് ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിച്ചു. 37,649 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ MA ബേബിക്കെതിരെ അന്ന് പ്രേമചന്ദ്രൻ വിജയിച്ചു. 2019-ൽ ഇന്നത്തെ സംസ്ഥാന ധനമന്ത്രിയായ KN ബാലഗോപാലായിരുന്നു പ്രേമചന്ദ്രൻ്റെ എതിരാളി. മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അധികമൊന്നും പറയാനില്ലാതെ പ്രേമചന്ദ്രന് BJP ബന്ധമെന്ന ആക്ഷേപമുയർത്തിയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണം. ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നങ്ങൾക്കും രാഹുൽ ഗാന്ധി എഫക്റ്റിനുമൊപ്പം പ്രേമചന്ദ്രൻ്റെ ജനകീയതയും UDF-ന് കൊല്ലത്ത് ഗുണമായി. സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ബില്ലും മുത്തലാഖിനെതിരായ ബില്ലുമൊക്കെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇടയിൽ പ്രേമചന്ദ്രനുള്ള സ്വാധീനവും പ്രധാനമാക്കി. 1,48,869 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രേമചന്ദ്രൻ്റെ വിജയം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ പ്രേമചന്ദ്രനെതിരെ വിവാദങ്ങളും തലപൊക്കിക്കഴിഞ്ഞു. വിവാദങ്ങളൊക്കെ ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴും കൊല്ലം മണ്ഡലത്തെ കൈവെള്ളയിൽ കരുതാനായെന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് എനിക്ക് പ്രേമചന്ദ്രൻ. MP ഫണ്ട് വിനിയോഗത്തിനപ്പുറം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വികസന പദ്ധതികൾ കൊണ്ടുവരാൻ നിരന്തരം പരിശ്രമിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായി MP എടുത്തുയർത്തുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം തന്നെയാണ്. റെയിൽവേ, കാരണം കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് റെയിൽവേയും ദേശീയപാതയും. ബാക്കി മിക്കവാറും എല്ലാ പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ടുള്ള സംയുക്ത കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. ആ പദ്ധതികളുടെ നടത്തിപ്പ് വേഗതയിലാക്കുന്നതിനും ലഭ്യമാക്കുന്നതിനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം റെയിൽവേയും ദേശീയപാതയുമാണ് ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ 2 പ്രധാനപ്പെട്ട മേഖലകൾ. അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റമാണ് റെയിൽവേ രംഗത്തും ദേശീയപാത വികസന രംഗത്തും കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കൂടി ഇടപെടലും പരിശ്രമത്തിൻ്റെയും ഭാഗമായി ഇപ്പം 361 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമ്പൂർണ്ണമായി മാറ്റുന്നതുൾപ്പെടെ പുനലൂർ സ്റ്റേഷൻ ആദർ സ്റ്റേഷനായി പ്രഖ്യാപിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി റെയിൽവേ വികസനങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ മെമു ഷെഡിൻ്റെ എക്സ്പാൻഷൻ, റെയിൽവേയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, റെയിൽവേ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ പുതിയ തീവണ്ടികൾ അനുവദിക്കുന്ന കാര്യത്തിൽ, കൊല്ലം മുതൽ ചെങ്കോട്ട വരെയുള്ള റെയിൽവേ ലൈൻ വൈദ്യുതീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പുതിയ തീവണ്ടി സർവീസ് ആരംഭിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒരുപാട് ഇടപെടലും പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം റെയിൽവേ വികസന രംഗത്തും ഹൈവേ വികസന രംഗത്തും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ കൊല്ലം മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ NK പ്രേമചന്ദ്രൻ MPക്ക് ആയിട്ടില്ല എന്നാണ് ഇടതു നേതാക്കൾ ആരോപിക്കുന്നത്. 25 വർഷക്കാലം അദ്ദേഹത്തിന് ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കാൻ അവസരം കിട്ടി. എന്താണ് കൊല്ലത്തിന് അദ്ദേഹം ചെയ്തത് എന്ന് അദ്ദേഹം ഒരു ഇൻട്രോസ്പെക്ഷൻ, സ്വയം പരിശോധന നടത്തട്ടെ എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൊല്ലത്തെ ഈ നാഷണൽ ഹൈവേയുടെ പുരോഗതിയിൽ അദ്ദേഹം വഹിച്ച പങ്ക് നെഗറ്റീവായിരുന്നു. കേരളത്തിന് അവഗണനയാണ് കേന്ദ്രം എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ സമ്മതിക്കുന്നു. അദ്ദേഹം എന്താണ് ആ അവഗണനയ്ക്ക് എതിരെ പരിഗണന കിട്ടാൻ ന്യായമായ വിധം കൂടുതൽ അർഹതയിൽ കൂടുതൽ കിട്ടുമെന്ന് നമ്മൾ വാദിക്കുന്നില്ല. ഒരു ഏറ്റവും മിനിമമായ അർഹതമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് എങ്ങനെയാണ് ഉപയോഗിച്ചത്? വേണ്ട, കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയേക്കാൾ മുമ്പേ ഞാനാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനുള്ള കാരണം എന്താണ്?
കൊല്ലത്തിൻ്റെ തുറമുഖം അടഞ്ഞുപോയ ചരിത്രം പോലും അദ്ദേഹത്തിന് അറിയുമോ? കൊല്ലത്തിൻ്റെ ആ ചരിത്രം അറിയണം അദ്ദേഹം. ജനപ്രതിനിധിയാകുമ്പോൾ അതൊക്കെ അറിയേണ്ട ആളാണ്. അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. അതിൽ അദ്ദേഹത്തിന് വലിയ വീഴ്ചയാണുള്ളത് എന്ന് സത്യമാണ്. ഞാൻ മാർക്കിടാൻ ആളല്ല, അത് ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്വൈഭവത്തെ, സൗന്ദര്യത്തെ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു സഹൃദയത്വത്തെ ഒക്കെ ഞാൻ മാനിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി കേരളത്തിന് വേണ്ടിയായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളായിരുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പൂർണ്ണതോതിൽ മണ്ഡലത്തിൽ നടപ്പാക്കാൻ പ്രേമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ BJPയും അത്ര തൃപ്തരല്ല. മാത്രമല്ല, മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തൻ്റേതെന്ന് പറഞ്ഞ് മേനി നടിക്കുകയാണ് MP ചെയ്യുന്നതെന്നും BJP ആരോപിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി NDAയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ അത്യാകർഷമായ ജനസേവന പദ്ധതികൾ നടപ്പിലാക്കുകയും വികസനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന തരത്തിലേക്കുള്ള അത്യുഗ്രൻ പരിപാടികൾ കാഴ്ചവയ്ക്കുമ്പോൾ ഫലപ്രദമായി കൊല്ലം MP എന്നുള്ള നിലയിൽ ശ്രീമാൻ പ്രേമചന്ദ്രന് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത് നടപ്പിലാക്കുന്നതിൽ നിരവധി വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ഒരു കശുവണ്ടി മേഖലയാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ല മുഴുവൻ കശുവണ്ടി മേഖലയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന കുണ്ട്രയിലും പ്രത്യേകിച്ചും കശുവണ്ടി മേഖലയാണ്. പക്ഷേ കശുവണ്ടി മേഖലയിൽ പുറത്തു നിന്നുള്ള കശുവണ്ടികൾ ഇങ്ങോട്ട് ഇറക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഇവിടെ നിന്ന് കയറ്റുമതി മറ്റ് രാജ്യങ്ങളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വളരെ സുതാര്യമാക്കിയിട്ടും ഫലപ്രദമായ രീതിയിൽ കൊണ്ട് എത്തിക്കുന്നതിന് ഒരു MP എന്നുള്ള നിലയിൽ തീർത്തും പരാജയമാണ് ശ്രീ പ്രേമചന്ദ്രൻ. UPAയുടെ ഭാഗമായിട്ടുള്ള UDFൻ്റെ ഭാഗമായിട്ടുള്ള പ്രേമചന്ദ്രൻ MP ആയിരിക്കുന്ന കൊല്ലത്ത് ഈ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വളരെ അലംഭാവമാണ് നാളിതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കുടിവെള്ളം പൂർണ്ണമായ രീതിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടും ഇന്ന് ഞാങ്കടവ് പദ്ധതി പോലുള്ള ആ പദ്ധതികളുടെ ആ പൈപ്പുകൾ സ്ഥാപിച്ച് കണക്ട് ചെയ്ത് ജലസ്രോതസ് ആ കുടിവെള്ളം കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുന്നതിൽ വളരെ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ MPയുടെ ഇടപെടലുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇടത്തേക്കും വലത്തേക്കും കളം മാറാൻ മടിയില്ലാത്ത മണ്ഡലമാണ് കൊല്ലം. കഴിഞ്ഞ 3 തവണയായി UDFനൊപ്പമാണെങ്കിലും പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തായിരുന്നപ്പോൾ 96-ലും 98-ലും 2014-ലും കൊല്ലം വിജയിപ്പിച്ചു. 2004-ൽ P. രാജേന്ദ്രനും ഇവിടെ നിന്നും ഇടതു സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്കെത്തി. ഇങ്ങനെ ആർക്കൊപ്പവും ഉറച്ചു നിന്നിട്ടില്ലാത്ത ആ ചരിത്രത്തിൻ്റെ പിൻപറ്റി വിജയപ്രതീക്ഷയിൽ മുന്നണികളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ വീഴ്ത്താൻ കഴിവുള്ള കരുത്തുറ്റ സ്ഥാനാർത്ഥിക്കായുള്ള ചൂടുപിടിച്ച ചർച്ചകളിലാണ് CPM. സ്വരാജ് മുതൽ CPM ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം, കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി എന്നിവരെ വരെ പരിഗണിക്കുന്നുമുണ്ട്. കുമ്മനം രാജശേഖരൻ മുതൽ BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാറിൻ്റെ പേരുവരെ NDA ക്യാമ്പിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. 10 നല്ല പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ആദ്യം ഇടതുപക്ഷത്തിന് വേണ്ടി നിന്നപ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഭരണമായിരുന്നു. ഇപ്പോഴും നല്ല ഭരണം തന്നെ. 10 കൊടുക്കും. എന്തുകൊണ്ടാ? നല്ലൊരു മനുഷ്യനായതുകൊണ്ട്. ഇടതു വിട്ട് വലതിനൊപ്പം ചേർന്നതോടെ നിയമസഭയുടെ പടി കയറാൻ പറ്റാതായ RSPക്ക് ആകെയുള്ള കൊല്ലം ലോക്സഭാ സീറ്റിലെ മത്സരം നിലനിൽപ്പിനായുള്ള പോരാട്ടം തന്നെയാണ്. വോട്ടിംഗ് ശതമാനത്തിലെ പിന്നാക്കം പോക്കിൻ്റെ മാനക്കേട് NDAയ്ക്കും മാറ്റിയെടുക്കണം. ഇടതിൻ്റെ ഉരുക്കുകോട്ടയെന്ന് അവകാശപ്പെടുമ്പോഴും നിയമസഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമ്പോഴും തുടർച്ചയായി ലോക്സഭയിൽ തോൽക്കുന്ന മാനക്കേട് LDFനും മാറ്റിയെടുക്കണം. ഇങ്ങനെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും കൊല്ലത്ത് 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടം തന്നെയാണ്.